മോൻജി, നമുക്ക് ഓരോ ചായ അടിച്ചിട്ട് വന്നാലോ? അതെ, എനിക്ക് തോന്നുന്നത് മനോജ് ഭായി, നമുക്കൊന്ന് ചായ മാറ്റിയിട്ട് കോഫി അടിക്കാം. കോഫിയോടെ അതെ, ഇന്നൊരു പ്രത്യേക സ്നേഹം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ അടുത്തൊരു ആർട്ടിക്കിൾ വായിച്ചു. നിങ്ങൾക്കറിയോ കോഫി ആരാ ഏത് രാജ്യക്കാരാ കണ്ടുപിടിച്ചതെന്ന്? ഇല്ല. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഇത്യോപ്യക്കാരാണ് കണ്ടുപിടിച്ചത്. അവിടെ കൽദി എന്ന് പറയുന്ന ഒരു ആട്ടിടയനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ദിവസവും ആടുകളെ ഒരു മലഞ്ചെരുവിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ഈ ആടുകൾ ഒരു ചെടിയുടെ കായ തിന്ന്. അത് തിന്നതിന് ശേഷം ഈ ആടുകൾക്ക് ഒരു ഭയങ്കര എനർജി കണ്ടു. അപ്പോൾ ഒരു ദിവസം ഈ കൽദി ഇദ്ദേഹം ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്നൊരു ആശയം തോന്നി, എന്നാൽ പിന്നെ ഈ ആടുകൾ പറിച്ച് തിന്ന് കായ തിന്നാലോ എന്ന്. അങ്ങനെ ഇദ്ദേഹം ഈ കായ പറിച്ച് തിന്നു. അതിനുശേഷം ഇയാൾക്ക് നല്ലൊരു ഉന്മേഷം കിട്ടി. അപ്പോൾ അതിനുശേഷമാണ് ആൾക്കാർ ഇത് അറിയുന്നത്, ഇത് എഡിബിളാണ്, ഇത് കഴിച്ചാൽ നല്ല എനർജി വരും, ഉന്മേഷം വരും എന്നൊക്കെ. അങ്ങനെയാണ് കോഫി തുടങ്ങിയത്. ഈ കോഫി കുടിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ വന്നത് അതിനു മുമ്പ് തിന്നുവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഉൽപ്പന്നം ഏതാന്ന്? അത് ഓയിലല്ലേ? ഞാൻ വിചാരിച്ചു നിങ്ങൾ കോഫി എന്ന് പറയുന്നത്. കോഫിക്ക് 2ാം സ്ഥാനം ഉണ്ട് കേട്ടോ, പക്ഷേ ചായക്ക് മുകളിലാണ് കോഫി. പിന്നെ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ കോഫി ഉപയോഗിക്കുന്ന രാജ്യം ഏതാണ്? അത് ശരി. ഇപ്പൊ വലിയ പണിയാണല്ലോ മോൻജി. നമ്മളിപ്പോ ചായ കുടിയിൽ തുർക്കിനെ തോൽപ്പിച്ചോണ്ട് ഇനി അത് മാറ്റി കോഫി അല്ലേ ഫിൻലാൻഡിനെ തോൽപ്പിക്കേണ്ട വരുമല്ലോ. ഇനി നമ്മള് തുർക്കിയെ തോൽപ്പിക്കണം, ഫിൻലാൻഡിനെ തോൽപ്പിക്കണം. പണി കൂടി കേട്ടോ, പണി കൂടി. എന്നാ പിന്നെ 2 കാപ്പി കുടിക്കേണ്ടി വരും. എന്നാ പോവാം.